പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് 4:8. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഇന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പോൾ കർത്താവ് നമ്മളോടും ചേർന്ന് നിൽക്കും. കർത്താവിനോട് ചേർന്ന് നിന്നിട്ടുള്ള ജീവിതയാത്ര എന്ന് പറയുന്നത് അനുഗ്രഹപ്രദമാണ്. ഇസ്രായേൽ ജനത്തെ നമുക്കറിയാലോ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നു. അപ്പോൾ ദൈവവും അവരോട് ചേർന്ന് നിന്നു. പിന്നിൽ ഈജിപ്തിൻ്റെ പട്ടാളവും ഫറവോയും, മുന്നിൽ ചെങ്കടൽ. അവർ ദൈവത്തിൽ ആശ്രയിച്ചു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഇടപെട്ടു. മോശ വടി ഉയർത്തിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായി കീറി മുറിക്കപ്പെടുകയും വരണ്ട പാത പോലെയായി മാറുകയും ചെയ്തു എന്ന വചനം പറയുക. ദൈവത്തോട് ചേർന്ന് നിൽക്ക്, കർത്താവ് എന്നെയും നിന്നെയും ഇന്ന് അനുഗ്രഹിക്കും. മുന്നോട്ട് അവരുടെ ജീവിതവും യാത്ര പോയപ്പോൾ അവർക്ക് ഭക്ഷണമില്ലാതായി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ ഭക്ഷണമായ മന്ന ദൈവം അവർക്ക് കൊടുത്തു. പിന്നീട് എന്താ സംഭവിച്ചേ? അവര് പിറുപിറുത്തപ്പോൾ ദൈവം കാടപ്പക്ഷിയെ കൊടുത്തു. പാറയിൽ നിന്ന് മോശ വടികൊണ്ടടിച്ചപ്പോൾ ഒരു അരുവി പൊട്ടിപ്പുറപ്പെട്ടു. എല്ലാത്തിൻ്റെ നിറവ ദൈവജനത്തിന് കൊടുക്കണേ. അതാ നമ്മളോടും കർത്താവ് പറയണേ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ചേർന്ന് നിൽക്കും. കർത്താവ് ചേർന്ന് നിൽക്കും കേട്ടോ. അവിടത്തോട് ചേർന്ന് നിൽക്കണം കേട്ടോ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കോട്ടോ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിൽക്കണം, ചേർന്ന് നിൽക്കണം, ചേർന്ന് നിൽക്കണം, ചേർന്ന് നിൽക്കണം. ഒരിക്കലൊരു കുട്ടി എന്നെ കാണാൻ വന്നിട്ട് പറയുമായിരുന്നു, അച്ഛാ എനിക്ക് പരീക്ഷ എഴുതാൻ പേടിയാണ്, ഭയങ്കര ഭയമാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കാത്തൊരാത്മാവിന് എവിടെ നിന്ന് ബലം കിട്ടുക? അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ധൈര്യം നമ്മുടെ ഉള്ളിലേക്ക് വരിക. അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ആര് പ്രാർത്ഥിക്കാൻ വന്നാലും ഞാൻ ചോദിക്കുന്നൊരു നീ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യന് ബലം ഉണ്ടാവും. കർത്താവ് വന്ന് കരം പിടിക്കുമെന്നേ, കർത്താവ് വന്ന് ഹൃദയത്തിന് ബലം നൽകുമെന്നേ, കർത്താവ് ആത്മാവിനെ ജ്വലിപ്പിക്കുമെന്നേ. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിട്ട് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും മാറാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കൃപ തരണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.